കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ കൈപ്പത്തി ചിഹ്നത്തിൽ അംഗത്തിനിറങ്ങിയ പോളി ഫ്രാൻസിസ് ചക്രമാക്കിൽ ഇത്തവണ ആം ആദ്മി പാർട്ടിക്കായാണ് ചൂലെടുക്കുന്നത്. ഗുരുവായൂരിലെ കോൺഗ്രസ് മുഖങ്ങളിൽ മുൻനിരക്കാരനായിരുന്ന പോളി ഫ്രാൻസിസ് ആം ആദ്മിയിലെത്തിയതിന്റെ കഥയാണ് ഇത്തവണത്തെ ദേശപോരിന്റെ കൗതുകങ്ങളിൽ പങ്കുവെക്കുന്നത്. ശ്രീ പോളി ഫ്രാൻസിസ്, കഴിഞ്ഞ 2 നഗരസഭാ തെരഞ്ഞെടുപ്പുകളിൽ CPIMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിച്ച വ്യക്തിയാണ് താങ്കൾ. 2015 തെരഞ്ഞെടുപ്പിൽ KP വിനോദ്, പിന്നീട് നഗരസഭാ വൈസ് ചെയർപേഴ്സണായ KP വിനോദിനെതിരെയാണ് താങ്കൾ മത്സരിച്ചത്. 2020 തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ കാരക്കാട് വാർഡിൽ CPIMന്റെ ശക്തി കേന്ദ്രമായ കാരക്കാട് വാർഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദീർഘകാലം കൗൺസിലറായിട്ടുള്ള RV ഷെരീഫിനെതിരെയായിരുന്നു താങ്കൾ മത്സരിച്ചത്. എന്നാൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും അങ്ങ് മറ്റൊരു ദേശീയ പാർട്ടിയുടെ, ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന ദേശീയ പാർട്ടിയുടെ നഗരസഭാ തല അധ്യക്ഷനായാണ് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നത്. ഈ ഒരു മാറ്റത്തെക്കുറിച്ച് അങ്ങ് എങ്ങനെ വിശദീകരിക്കുന്നു? എൻ്റെ ഫസ്റ്റിൽ 2 ഇലക്ഷനിൽ മത്സരിക്കുന്നത് 2020 2015. 2015 എന്നോട് ഏത് സീറ്റ്, ഇന്നിവിടെ സീറ്റ് പ്രഖ്യാപിച്ചിരുന്നത് അന്ന് V. ബൽറാമാണ്. അപ്പോൾ ഏത് സീറ്റും എനിക്ക് തരാവുന്നതാണ്. അതിന് മുന്നത്തെ ഇലക്ഷനിൽ ഞാൻ മത്സരരംഗത്ത് നിൽക്കേണ്ട ഒരാളാണ്. അന്ന് ചെറുതായിട്ട് ഇവിടെ നേതാവായിട്ട് ചെറിയൊരു സൗന്ദര്യപ്പണക്കത്തിൻ്റെ പേരിലാണ് എൻ്റെ സീറ്റ് പോയത്. അന്ന് ഗ്രൂപ്പിസം വേണ്ട. എന്ത് ഗ്രൂപ്പ് പറഞ്ഞാലും V. ബൽറാമിനെ പോലത്തെ ഒരാൾ വിചാരിച്ചാൽ എന്നെ പോലത്തെ ഒരാൾക്ക് സീറ്റ് കിട്ടാൻ ഒരു പ്രശ്നമില്ല. ഞാൻ ഒരു 83 KSUവിൻ്റെ സെക്രട്ടറിയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് എൻ്റെ ചൈത്രയാത്ര പാർട്ടിയുടെ ഇതുള്ള ഞാൻ മത്സരരംഗത്ത് വരുന്നത് 2015. 2015 V. ബൽറാമിനെ പോലത്തെ ഒരാളെ കാണുമ്പോൾ എന്നോട് പറഞ്ഞു എനിക്കൊരു തെറ്റ് പറ്റി. അപ്പോൾ തെറ്റ് പറ്റി ഞാൻ ചെറിയൊരു ഇതായി, എന്താണെന്നുള്ളത്, ഇനി ഈ പ്രാവശ്യം സീറ്റ് നിഷേധിക്കുമെന്നുള്ളത്. അപ്പോൾ ആൾ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം സീറ്റ് തരാത്തതിൽ ഒരു തെറ്റുണ്ട്. അതുകൊണ്ട് 43 വാർഡിൽ ആദ്യം പ്രഖ്യാപിച്ചില്ലെങ്കിലും ഉറപ്പിച്ച വാർഡ് ഞാനാണ്, എനിക്കാണ്. ആ 37 തെരഞ്ഞെടുപ്പ് എന്നോട് ആൾ പറഞ്ഞു 37 എന്താ ബന്ധമെന്ന് ചോദിച്ചു. പിന്നെ അവിടെ കുറച്ച് നാൾ താമസിച്ച ബന്ധമുള്ളൂ. പണ്ടല്ല, എനിക്ക് ജയിക്കണ വാർഡ് 29 21. അത് രണ്ടിലും കോൺഗ്രസ് മുൻകൂട്ടി മറ്റേ പ്രസാദ് പൊന്നശ്ശേരി, അപ്പുറത്ത് PS രാജനും അവർ പണിയെടുത്തൊരു വാർഡായതുകൊണ്ട് ഞാൻ അതിൽ മത്സരിക്കില്ലായിരുന്നു. അപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ ഇത് പാർട്ടിയാണ്, ഇതിലെ അത്ര സിമ്പതി ഇതൊന്നും കാണിക്കേണ്ട കാര്യമില്ല. എൻ്റെ മനസ്സാക്ഷിക്ക് അതെനിക്കൊരു തോന്നിയില്ല. അങ്ങനെയാണ് ഞാൻ 2015 37 തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മുട്ടാൻ വരുന്ന ആൾ ആദ്യം വിനോദമല്ലായിരുന്നു. അവിടെ മഹേഷ് അങ്ങനെ ഏതൊക്കെ പേരിലേക്കാണ് പോയിരുന്നത്. ആ വിനോദിലേക്ക് വന്നതും ഒക്കെ എൻ്റെ ഒരു വരവും കൂടിയാണ്. അതിന് തന്നെ പൂക്കോട് മണ്ഡലക്കാർ, അന്ന് മണ്ഡലം പ്രസിഡൻറ്റും അവിടുത്തെ മറ്റേ വാർഡ് പ്രസിഡൻറ്റും ബൂത്ത് പ്രസിഡൻ്റൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് എനിക്ക് അങ്ങനെ ആ വാർഡിൽ മനസ്സിലായി. അവിടെ എന്താണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഇത് ഒരു നിലയ്ക്കും ജയിക്കാൻ എളുപ്പമില്ലാത്തൊരു വാർഡ്. അതിൽ വരെ ജനതാളിൻ്റെ ഇന്നിപ്പോൾ മരണപ്പെട്ട രാഘവേട്ടനും അതുപോലെ തന്നെ ഇവിടുത്തെ നേതാക്കന്മാരൊക്കെ എനിക്കെതിരെ കളിച്ചിട്ടുണ്ട്. അത് വ്യക്തമായിട്ട് എനിക്ക് ബോധ്യമുള്ള കാര്യം. നമ്മൾ ആലോചിക്കുന്നത് പാർട്ടി പിടിച്ചെടുക്കാനില്ല. അന്ന് പൂക്കോട് ശക്തമായ മത്സരം. ഇത് എന്നോട് ഈ വർക്കിൻ്റെ ശക്തത മനസ്സിലാക്കിയത് ബേബി ജോൺ എന്ന് പറഞ്ഞ CPMൻ്റെ ബേബി ജോണിനോട് അവിടെയുള്ള പ്രവർത്തകർ, ഇത് ബേബി ജോണിൻ്റെ സഹപ്രവർത്തകർ പറഞ്ഞിട്ട് ബേബി ജോണിനോട് പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ DC വരെ ചർച്ച ചെയ്ത് പാടുമെന്ന് എന്നോട് ഡയറക്റ്റ്. ഞാൻ അത്ര അടുപ്പുള്ള ഒരാളാണ് ബേബി ജോൺ. അപ്പോൾ എന്നോട് പറഞ്ഞൊരു സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ അത് ചക്രമാക്കിൽ നിന്ന് കണ്ടായിരുന്നു. അദ്ദേഹം ചക്രമാക്കിലായതുകൊണ്ട് അതിൻ്റെ പേരിൽ ഇങ്ങനെ സംസാരിച്ചിട്ടും മാത്രവുമല്ല, ആനക്കോട്ട ലൈനിൽ 3 ബൂത്ത് കെട്ടിയത് നോക്കുകയെന്ന് വെച്ചാൽ അന്നൊരു ഇതേപോലൊരു എവിടെയും ഇലക്ഷൻ്റെ വീര്യമായ ഒരു ഭയങ്കര ശക്തിയുള്ള വർക്ക് നടന്നുണ്ടാവില്ല. അങ്ങനെ വർക്ക് നടന്നില്ല. പിന്നെ അവിടെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ BJP അതുവരെ മത്സരരംഗത്തില്ലാത്തൊരു വാർഡാണ്. BJP ഒരു ശക്തമായിട്ട് വന്നൊരു വാർഡും കൂടി അവിടെ.
അപ്പം അങ്ങനെയുള്ള കുറേ ഉണ്ട്. തോൽവിക്കും ഇതൊക്കെ ഉണ്ട്. പിന്നെ രണ്ടാമത് മത്സരിക്കുന്നത് ഞാൻ 19-ാം വാർഡിലാണ്. അതും ഇതേപോലെ CPM വെറുതെ ഒരു കുറ്റിച്ചോലിനെ നിർത്തിയാലും ജയിക്കാവുന്ന വിധത്തിലുള്ള ഒരു സാഹചര്യമുള്ള സ്ഥലമായിരുന്നു. അവിടെ ഇതേപോലെ എനിക്ക് സീറ്റ് ഉറപ്പിച്ചപ്പോൾ ഭയങ്കര ശക്തമായ എതിർപ്പും മാത്രമല്ല 3 മണ്ഡലം പ്രസിഡൻറ്റും റൂറൽ ബാങ്കിൻ്റെ റൂറൽ ബാങ്കല്ല കാർഷിക ബാങ്കിൻ്റെ പ്രസിഡൻ്റൊക്കെ AP വ്യക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യേനെ വരെ സത്യം ചെയ്തിട്ട് വോട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഷെരീഫിന് വോട്ട് ചെയ്യണം, അല്ല പോവുകയാണെങ്കിൽ ഷെരീഫിന് വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ നീ പോകരുത്. അങ്ങനെ ആ വൈഫ് വന്നില്ല. ഞാനിതൊക്കെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിൽക്കുകയാണെങ്കിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റിയിരുന്നു. അവിടെ ഇതേപോലെ തന്നെ BJP മത്സര രംഗത്തുണ്ടായിരുന്നില്ല, അവിടെയും BJP മത്സരം രംഗത്ത് വന്നു. അപ്പം അതൊന്നും എന്നെ സംബന്ധിച്ചുള്ളതല്ല. എനിക്ക് ഒരു പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ ഒരു മുട്ടുക എന്നുള്ള ഏറ്റുമുട്ടുക എന്നുള്ള അതിൽ ജയിക്കുന്ന ഉറപ്പുള്ള സീറ്റിൽ പോയിട്ട് മത്സരിച്ചിട്ട് ജയം കാണിക്കുക, അല്ലെങ്കിൽ സീറ്റ് കിട്ടാൻ പാർട്ടിയുടെ അങ്ങനെ ഇതുണ്ട്. പിന്നെ മാത്രമല്ല ഈ പാർട്ടിയുടെ ഒരു വിഷയം കോൺഗ്രസിനെ സംബന്ധിച്ചോളം എന്താണെന്ന് വെച്ചാൽ ഗ്രൂപ്പിസത്തിൽ വെട്ടിയെടുക്കുക എന്നുള്ള അതെന്നെ സംബന്ധിച്ചോളം ഇല്ല. എനിക്ക് ആദ്യത്തെ വട്ടം എനിക്ക് സീറ്റ് ഉറപ്പിച്ച് തന്നത് V. ബൽറാമും, രണ്ടാമത്തെ വട്ടം എനിക്ക് സീറ്റ് ഉറയ്ക്കാൻ വേണ്ടി ഞാൻ 6-7 നേതാക്കന്മാരെ PM മാധവൻ, മറ്റേ TV ചന്ദ്രമോഹൻ, എനിക്ക് സീറ്റ് ഉറപ്പിച്ച് തന്നത് PC ചാക്കോ സാർ. അത് എനിക്ക് വ്യക്തമായിട്ട് ആ ദിവസം എന്നെ ഇത് മുന്നേ കൂട്ടി പറഞ്ഞു, അതെന്തായാലും ഉറപ്പാന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ സീറ്റ് മാത്രം DCCയിൽ ചർച്ചയ്ക്ക് മാറ്റി വെച്ചു. അത് ഞാൻ TM പ്രതാപനായിട്ടൊരു കേസുണ്ടായിരുന്നു, അതിൻ്റെ ഭാഗമൊക്കെ ആയിട്ടുള്ള ഒരു വിഷയത്തിൻ്റെ മുകളിൽ ആ സീറ്റ് മാത്രം ചർച്ച മാറ്റി വെച്ചിട്ട് എന്നോട് ഇവിടുത്തെ സീനിയർ നേതാവ് രവികുമാർ പറഞ്ഞു DCയിൽ പോയിട്ട് കാണണം എന്ന് പറഞ്ഞു. അവരെ കാണാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ഇതിൻ്റെ ചർച്ച എടുക്കുന്നു. ഞാൻ പറഞ്ഞു കണ്ടിട്ട് എനിക്ക് സീറ്റ് വേണ്ട. പിന്നെ അങ്ങനെ മാത്രം ഉറച്ച് ജയിക്കുന്ന ഒരു സീറ്റൊന്നുമല്ല നമ്മൾ വാങ്ങണേ. അപ്പോൾ എനിക്കത് സീറ്റ് വേണമെന്നില്ല, പോയി കണ്ടിട്ട് സീറ്റ് വേണ്ട, കിട്ടിയാൽ മതി കേട്ടാ. ഇല്ല പുള്ളി അത് അങ്ങനെയല്ല, ഒരു ചർച്ചയില്ല, ഇതിലൊരു ചർച്ചയില്ല. എനിക്ക് നിങ്ങൾക്ക് പാർട്ടിയിൽ ഞാൻ യോഗ്യനാണെന്ന് തോന്നിയാൽ മാത്രം സീറ്റ് തന്നാൽ ഒരു 25 കൂടിയിട്ട് രാത്രി ഈ ചർച്ച കയറി ഉച്ചയൊരു ഫയലെടുത്ത ഫയല് ചർച്ച കയറി 8:25 എടുത്തപ്പോൾ ചാക്കോ സാറ് എന്നെ തിരിച്ചു. അപ്പോൾ എൻ്റെ മുന്നിൽ വിളിച്ചപ്പോൾ കിട്ടിയില്ല. ചാക്കോ സാറ് തിരിച്ച് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഇങ്ങനെ സീറ്റിന് ചെറിയ വിഷയമുണ്ട്, അവിടെ ചെന്ന് കാണാനൊക്കെ പറഞ്ഞു. അന്ന് MP വിൻസെൻ്റാണ് DC വിൻസെൻ്റ്. എന്ന് പറഞ്ഞാൽ ഒരു നിൻ്റെ സീറ്റ് ഉറച്ചിട്ടുണ്ടല്ലോ പറഞ്ഞ് ഫോം വെച്ച് ഒരു മിനിറ്റ് എന്ന് പറയാൻ പറ്റില്ല, രവികുമാറിൻ്റെ ഫോം വന്നു, പുള്ളിയുടെ സീറ്റ് ഉറച്ചു വിട്ടാണ്. അങ്ങനെയാണ് എനിക്ക് സീറ്റ് കിട്ടുന്നത്. എന്നിട്ട് അതിലിപ്പോൾ തർക്കങ്ങളും ഇതൊക്കെ ഉണ്ടായി, ജയവും കാര്യങ്ങളൊന്നും 2 സ്ഥലത്തും ഇനി വ്യക്തമായിട്ട് പറയാം. CPM രാഷ്ട്രീയത്തിൽ 2 സ്ഥലത്തും വർഗീയതയും ജാതി രാഷ്ട്രീയമൊക്കെ കളിച്ചിട്ടുണ്ടെന്ന് വ്യക്തമായി ബോധ്യമുണ്ട്. പോളി കോൺഗ്രസ് വിട്ടപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ കരുതിയത് CPM-ലേക്കോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ ഏതെങ്കിലും ഘടകകക്ഷിയിലേക്കോ അങ്ങ് പോകുമെന്നായിരുന്നു. അല്ലെങ്കിൽ BJP-യും ഒക്കെ ആയിട്ട് വലിയ ബന്ധങ്ങളുള്ള BJP-യുടെ ശോഭാ സുരേന്ദ്രനെ പോലെയൊക്കെയുള്ള നേതാക്കളുമായിട്ട് വലിയ ബന്ധങ്ങളുള്ള ഒരു നേതാവാണെന്ന്. അതുപോലെ തന്നെ കേരള കോൺഗ്രസിന്റെ ജോസ് കെ മാണിയുമായിട്ടുള്ള ബന്ധങ്ങൾ, NCPയുടെ PC ചാക്കോയുമായുള്ള ബന്ധങ്ങൾ, ഇത്തരം എല്ലാ ബന്ധങ്ങളും നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലേതെങ്കിലും ഒരു പാർട്ടിയാണ് പോളി തിരഞ്ഞെടുക്കുക എന്നാണ് ജനം പ്രതീക്ഷിച്ചത്. പക്ഷെ അങ്ങ് പോയത് ആം ആദ്മി പാർട്ടിയിലേക്കാണ്. ഗുരുവായൂരിലൊന്നും അത്ര പരിചിതമല്ലാത്ത, ഡൽഹിയിൽ ഭരണത്തിലുണ്ടായിരുന്നു, പഞ്ചാബിൽ ഭരണത്തിലുണ്ട്, ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മുടെ നാട്ടിൽ അത്ര പരിചിതമല്ലാത്ത ആം ആദ്മി പാർട്ടിയിലേക്കാണ് പോളി പോകുന്നത്, പിന്നീട് അതിൻ്റെ മുനിസിപ്പൽ തല അധ്യക്ഷനാകുന്നത്. എന്തുകൊണ്ടാണ് ആം ആദ്മി പാർട്ടിയെ പോളി തിരഞ്ഞെടുത്തത്? ഞാൻ ആം ആദ്മി പാർട്ടി തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാലേ എനിക്ക് സ്ഥാനമോഹമില്ല.
എന്തായിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇപ്പോൾ ഒരു പോസ്റ്റ് കിട്ടി കഴിഞ്ഞാൽ എനിക്കൊരു സീറ്റ് കിട്ടുമ്പോഴാണെങ്കിൽ ഇവിടെ മറ്റേ കേരള കോൺഗ്രസ്സില്ല അല്ലെങ്കിൽ NCP ആയിരുന്ന ഒരു ചിലപ്പോൾ സീറ്റ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചിലപ്പോൾ കിട്ടിക്കൂടാന്നില്ല. ഇന്ന് ഞാൻ ഇവിടെ തുറന്ന് കാണിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഞാൻ വായടക്കേണ്ടി വരും. ഞാൻ പലതും ഇന്ന് ഫേസ്ബുക്കിൽ കൂടെ എഴുതിയിട്ട് ഇവിടുത്തെ കുറേ കാര്യങ്ങൾ LDFനെതിരോ അല്ലെങ്കിൽ മറ്റുള്ള പ്രവർത്തനത്തിനെതിരോ ശരിയല്ലാത്ത പ്രവർത്തനത്തിനെതിരെ എഴുതി കാണുമ്പോൾ ഞാൻ ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. ഇപ്പം ഞാൻ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു BJP പോവാം, എന്നിട്ട് ഇതിലേക്ക് പോവാം, മറ്റേ LDFൻ്റെ ഘടകകക്ഷികളായുള്ള പലർക്കും പോവാം, പിന്നെ UDFൻ്റെ ഘടകകക്ഷികൾക്ക് വേണമെങ്കിൽ പോവാം. ഇതൊക്കെ എൻ്റെ എഴുത്തിനെ ഒരു നെടുന്തൂണം അല്ലെങ്കിൽ എന്താ പറയുക ഒരു സ്റ്റോപ്പ് കാണിക്കാൻ പെട്ടെന്നിരിക്കും. മോളിൽ വിളി വരിക. സാധാരണ നമുക്ക് ഞാൻ പല ഇതിനും 10-40 കൊല്ലത്തിന് മേലെയല്ലേ കോൺഗ്രസ്സിൽ. അപ്പോൾ ആ കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുമ്പോൾ എനിക്കറിയാം എവിടെ നിന്നാണ് വിളി വരികയെന്നും എങ്ങനെയാണ് വിളി വരികയെന്നും എങ്ങനെ സ്റ്റോപ്പ് ചെയ്യിക്കുകയെന്നും. ഇത് ഇന്ന് എനിക്ക് ഫ്രീഡം ഉണ്ട്. ഞാൻ ഗുരുവായൂരിൻ്റെ എന്താ പറയുക പ്രകടനപത്രിക പോലെ കാര്യങ്ങൾ എന്തെന്ന് പറഞ്ഞാൽ പോസ്റ്റ് ചെയ്യണം. അത് ഞാൻ സംസ്ഥാനത്തിന് പെർമിഷൻ ചോദിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ചില കാര്യങ്ങൾ സംസ്ഥാനത്തിന് ചെയ്യാൻ പറ്റില്ല, പണ്ടല്ല ഗുരുവായൂരിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ലോക്കൽ ബോഡിയിൽ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ ഇതും പല നിർണ്ണായകളുടെ ഷെൽട്ടർ കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ ഒരു കാര്യമില്ല കുറേ കാര്യങ്ങൾ ഞാൻ ഇത് തുറന്നു കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് രണ്ടാമട്ടും എന്നെ അറുപമ്പ ഇലക്ഷൻ മത്സരിച്ചു. 392 വോട്ട് കിട്ടി. 100 വോട്ട് എന്ന് പറഞ്ഞാൽ 8 ജനറിന് 9 ജനറിന് എനിക്കടങ്ങ് കുത്തി 100 വോട്ട്. അങ്ങനെ അസത് പിന്നെ കുറച്ച് അസത് പലതരത്തിലുള്ള അസത് വന്നിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 10, 400, 400, 500 വോട്ടിൻ്റെ അവിടേക്ക് ഇൻഡിവിജ്വലായി നിന്ന് ഞാൻ നേടിയെടുക്കുകയും LDFന് കിട്ടിയത് 590 കൊണ്ട് 600 സംതിങ് വോട്ട് വരെ ഇത് ഒരു മുന്നണിക്ക് കിട്ടിയത്. പിന്നെ ഓൾറെഡി മറ്റേ UDF ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഇതിൽ എന്നെ സംബന്ധിച്ചോളം അപ്പോഴും ഈ പാർട്ടി തന്നെ പുറത്താക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ എന്നിങ്ങനെ പുറത്താക്കി ഇവരെ കാല് പിടിച്ച് കയറി. ഞാൻ ഒരു കാര്യം പറയാം, ആദ്യത്തെ പ്രാവശ്യം ഞാൻ കാല് പിടിച്ചിട്ടില്ല. ഇങ്ങോട്ട് വന്നിട്ട് ഇത് ചെയ്ത് തന്നെ നമ്മളവിടെ പോയിട്ട് അപേക്ഷ കൊടുക്കുന്നില്ല. പിന്നെ ഇത് ഇന്നെടുക്കുന്ന ആളെടുക്കുന്ന പറഞ്ഞാൽ എന്നെ ഞാൻ ആ സമയത്ത് K മുരളീധരൻ ഗ്രൂപ്പിലാണ്. അപ്പോൾ അതിൻ്റെ പേരിലും അങ്ങനെ മാറി നിന്നുണ്ട്. പിന്നെ ഇതിലൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എന്നോട് പലരും പറഞ്ഞ ഡയലോഗ് അതാ കോൺഗ്രസ്സിലേക്ക് ആ നേരത്ത് പോയത് എന്താണെങ്കിൽ തിരിച്ച് ആ നേരത്ത് വരണമെന്നല്ല. എന്തിനാണ് ഞാൻ ആം ആദ്മി തിരഞ്ഞെടുത്തതെന്നാണ്. ഞാൻ ആം ആദ്മി തിരഞ്ഞെടുത്തതാണ് അവരുടെ വിഷയം. അവർ വല്ല മാണി കോൺഗ്രസ്സോ അല്ലെങ്കിൽ NCPയോ അവർക്കറിയാം ഇതിപ്പോൾ ആ മോളിൽ നിന്ന് ഒറ്റ വിളിച്ചാൽ ഇവിടെ സ്റ്റോപ്പ് ആവുന്ന കാര്യമുള്ളൂ. അല്ലെങ്കിൽ ബോളിയുടെ ഇതിൽ എന്താ വെച്ചാൽ ഇവിടെ മണ്ഡലം പ്രസിഡന്റ് അതിൻ്റെ പ്രസിഡന്റ്മാരുണ്ടോ. ഞാൻ ആം ആദ്മി പാർട്ടി കയറുന്ന ഒരു പോസ്റ്റും ഇത് ചെയ്തിട്ടില്ല. ഞാൻ തീരുമാനം എടുക്കുന്നത് ജനുവരി, ഞാൻ മുന്നേ തീരുമാനം മനസ്സുകൊണ്ട് എടുത്തിട്ട് ജനുവരി 26-നാണ് കഴിഞ്ഞ ഈ ജനുവരി അല്ല അതിൻ്റെ മുന്നത്തെ ജനുവരി 26-നാണ് ഞാനിത് ഒരാളോടും ഈ പാർട്ടിനെ കുറിച്ച് ചോദിക്കും. ഞാൻ ഈ പാർട്ടിനെ തിരഞ്ഞെടുത്ത് പിടിക്കണത് ഇതിൻ്റെ ആരെയും നേതാക്കന്മാരെ ഒരു ദിവസം പേപ്പറിലൊരു വാർത്ത കാണുക. പാവർട്ടിയിൽ പരിസ്ഥിതിയുടെ ഭാഗമായിട്ട് വാഹന പ്രചരണ ജാഥയുണ്ട്. അതിന് ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന പ്രസിഡന്റ് വരുന്നുണ്ട്. അങ്ങനെ ഈ ജില്ലാ പ്രസിഡന്റ് പേര് ഇട്ടിട്ട് ഞാൻ ഈ ജില്ലാ പ്രസിഡന്റ് നമ്പർ തിരഞ്ഞു പിടിച്ച് ജില്ലാ പ്രസിഡന്റ് വിളിച്ചു, സംസ്ഥാന പ്രസിഡന്റ് വിളിച്ചു. എനിക്ക് ഇങ്ങനെ മെമ്പർഷിപ്പ് എടുക്കണം അവരോട് ഡയറക്റ്റ് പറഞ്ഞിട്ടാണ് ഞാൻ ഈ മെമ്പർഷിപ്പ് എടുക്കുന്നത്. ജനുവരി 26-ന് എൻ്റെ കുടുംബസംഗമമുള്ള ദിവസം, എല്ലാ ജനുവരി 26. അപ്പോൾ ആ സംഗമത്തിൽ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞ് ചോദിച്ചാൽ എന്നോട് അപ്പോൾ എടുത്തേക്ക് എന്തിനാ ഈ പാർട്ടി. അപ്പോഴും ഇവരൊക്കെ പാർട്ടി വേറെ നോക്കിക്കൂടെ എന്നാണ്. ഇപ്പോൾ BJP പോയിക്കൂടെ. ഇപ്പോൾ എന്താ വെച്ചാൽ BJP ഇങ്ങനെ കയറി വരണ ഒരു തോന്നൽ വന്നപ്പോഴും BJP പോയിക്കൂടെ. ഞാൻ ശോഭാ സുരേന്ദ്രനെ നല്ല അടുപ്പുള്ള, അതുപോലെ പല നേതാക്കന്മാരായിട്ട് ഞാൻ നല്ല അടുപ്പുള്ള. ഇത് കണ്ടിട്ടാവാം ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവുക. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഞാൻ ഈ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്തു. ഞാൻ അവരോട് ഇതിൻ്റെ പുറത്തെ മണ്ഡലം എന്നുവെച്ചാൽ നിയമമണ്ഡലം പ്രസിഡന്റിനോടൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട. എനിക്ക് താല്പര്യമുള്ളൊരു പോസ്റ്റ് എന്താണെന്ന് വെച്ചാൽ മുനിസിപ്പൽ പ്രസിഡന്റ് ഇവിടെ ആളുണ്ടോ, എങ്ങനെയാണ് അതിൻ്റെ കണ്ടീഷൻ. ഒരാളും വെട്ടിയിട്ട് എനിക്ക് ആ പോസ്റ്റിൻ്റെ താല്പര്യമില്ല. അതിന് ശേഷം ഞാൻ ഇപ്പോൾ എന്നോട് ജില്ലയിലേക്കൊക്കെ വിളിച്ചു, ജില്ലാ സെക്രട്ടറി പോസ്റ്റിലേക്ക് മറ്റേക്കൊക്കെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഈ മുനിസിപ്പൽ ഇലക്ഷൻ കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പോസ്റ്റ്. ഈ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും ആം ആദ്മി പാർട്ടി ശരിക്കും പറയാന്ന് വെച്ചാൽ 46 സീറ്റിൽ മത്സരിക്കുന്നതാണ്. അപ്പോൾ 46 സീറ്റിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥികൾ ഉണ്ടോയെന്ന് വെച്ചാൽ പലരും ഇപ്പോൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, താല്പര്യം പ്രകടിപ്പിച്ചും. മറ്റുള്ള പാർട്ടികളൊന്നും അവർ സീറ്റ് കിട്ടുമോ കിട്ടില്ല നോക്കിയിട്ടൊക്കെ ആവാം. എന്ത് തന്നെയായാലും ആം ആദ്മി പാർട്ടിയുടെ ആശയങ്ങൾ ഞങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഗുരുവായൂർ മുനിസിപ്പാലിറ്റി എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ. എന്തായാലും കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലെ അനുഭവ പരിജ്ഞാനമുണ്ട്.
ഇനി മറ്റൊരു പാർട്ടിയുടെ മുനിസിപ്പൽ തല അധ്യക്ഷനായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ നേരിടാൻ പോകുന്നത്. ഒരു മാസം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് വരും. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിലെ ആം ആദ്മി പാർട്ടിയെ വിജയിപ്പിക്കാമെന്നുള്ള ഉത്തമ വിശ്വാസത്തിലാണ് അങ്ങിപ്പോൾ ഉള്ളതെന്നറിയാം. അപ്പോൾ എല്ലാവിധ ആശംസകളും നേടിയാണ്.